സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിൽ വന്ദേമാതരം ആലപിക്കണമെന്ന് സർക്കാർ ഉത്തരവ്. വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സജു ചാമക്കാലയിൽ ചേരുകയാണ്. സജു, വെരി ഗുഡ് മോർണിംഗ് അഗെയിൻ. അപ്പോ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം നിർബന്ധമാക്കി ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സ്വാതന്ത്ര്യദിന സത്യപ്രതിജ്ഞ ചടങ്ങിലെ വന്ദേമാതരം പാടൽ വലിയ വിവാദമായി മാറിയിരുന്നു. മാത്രമല്ല, വന്ദേമാതരം മുഴുവനായി പാടണമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത് സംബന്ധിച്ച നിർദ്ദേശത്തിന്റെ ചുവടുപിടിച്ചാണ് ഈ ഉത്തരവിറക്കിയെന്നാണ് വിശദീകരിക്കുന്നതെങ്കിൽ പോലും വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വഴിവെക്കും എന്നത് ഉറപ്പാണ്. വന്ദേമാതരം പൂർണ്ണമായും പാടണം എന്നതാണ് സംസ്ഥാന സർക്കാരും ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ്. വാർത്ത കേട്ടല്ലോ. അതുപോലെ തന്നെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ ചോദ്യാവലിയെ കുറിച്ചാണ്. അതിലേക്ക് ഞാൻ വരാം. ഇവിടെ നമുക്കറിയുന്ന ഒരു കാര്യമാണ്, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇതുപോലെ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിച്ചു. ഈ സമയത്ത് മുഖ്യമന്ത്രി പത്രക്കാരോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. അത് നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. ആദ്യത്തെ കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഈ വന്ദേമാതരം മുഴുവൻ ആലപിക്കുന്നത്. അത് രാജ്ഭവനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്. ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്, മുഴുവൻ കേൾക്കുന്നത് ഞാനും നിൽക്കുമ്പോഴാണ് കേൾക്കുന്നത്. അതിൻ്റെ ഇടയിൽ ചെന്ന് തടസ്സപ്പെടുത്താൻ പറ്റും? പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അവസാനം ഇത് ആലപിക്കുമെന്ന് അറിയില്ല. അവസാനം സാധാരണ നാഷണൽ ആന്തമാണ് ചെയ്യുന്നത്. ഇതുകൂടി ആലപിച്ചു, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്ക് അറിയില്ല. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ആലപിച്ചതല്ല എന്നാണ് പറഞ്ഞത്. നമ്മളത് വിശ്വസിച്ചു. ഇപ്പോൾ ഇതാ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ വന്ദേമാതരം നിർബന്ധമാക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അത്തരത്തിലുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം തന്നെ മുഴുവനായിട്ട് വന്ദേമാതരം ആലപിക്കണം എന്നത്രേ. ഇവിടെ ഒരു ചോദ്യപേപ്പർ ഞാൻ കാണിക്കാം. ചോദ്യവും അതിൻ്റെ ആൻസറുമായിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇതിൽ ഒരു 5ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്നാണ് ചോദ്യം. അതിലൂടെ ഉത്തരത്തിന്റെ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത് VD സവാർക്കർ എന്നാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇത് വലിയ രീതിയിൽ വിവാദമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗിൻ്റെതായിരിക്കെ തന്നെ ഉള്ള MLA AKM അഷ്റഫ് ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ FBയിൽ എഴുതിയത് നമുക്ക് തന്നെ കാണാൻ പറ്റും. ചരിത്രത്തിലെ കാവ്യവൽക്കരിക്കാനുള്ള സംഘപരിവാർ നീക്കം മഞ്ചേശ്വരത്ത് അനുവദിക്കില്ല. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കാനുള്ള ചരിത്ര സത്യങ്ങളെ അട്ടിമറിക്കാനുമുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. മഞ്ചേശ്വരം കുമ്പള ഉപജില്ലയിലെ LP സ്കൂൾ കുട്ടികൾക്കായി സോഷ്യൽ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി VD സവാർക്കർ എന്ന് നൽകിയത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തോടും രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച മഹാരഥന്മാരോടുമുള്ള അപമാനമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന് മാപ്പപേക്ഷകൾ നൽകി പെൻഷൻ കൈപ്പറ്റി ജയിൽ മോചിതനായ ഒരാളെ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച വിപ്ലവകാരിയായി കൊച്ചുകുട്ടികളുടെ മനസ്സിലേക്ക് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമായ RSS അജണ്ടയുടെ ഭാഗമാണ്. LP വിഭാഗത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും നടത്തുന്ന ഇത്തരം കാവ്യവൽക്കരണ നീക്കങ്ങൾക്ക് മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ 1 ഇഞ്ച് പോലും സ്ഥാനമുണ്ടാകില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാന സർക്കാരിനെയും അപമാനിക്കാനും പ്രതിക്കൂട്ടിൽ നിർത്താനും വേണ്ടി മനഃപൂർവ്വം തയ്യാറാക്കിയതാണോ ഈ വിവാദ ചോദ്യാവലിയെന്ന് ശക്തമായി സംശയിക്കുന്നു. ഇക്കാര്യം സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ ചോദ്യാവലി തയ്യാറാക്കിയവർക്ക് അതിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർക്കുമെതിരെ അടിയന്തര അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും തെറ്റായ ചരിത്രം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചവരിൽ നിന്ന് വിശദീകരണം തേടി കർശന അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മതേതരത്വവും ചരിത്ര സത്യങ്ങളും സംരക്ഷിക്കാൻ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ അഷ്റഫ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ആ ചോദ്യ പേപ്പർ ഇവിടെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്, നമുക്കതിവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതിന് ശേഷം ശശികല ടീച്ചറുടെ ഒരു FB ഞാൻ കാണാനിടയായി. ആ FBയിൽ ടീച്ചർ ഇവിടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് ടീച്ചർ എഴുതിയിട്ടുള്ളത്, ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ തടശിക്ഷ വിധിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി. ഇതാണ് വിവാദ ചോദ്യം. ഇതിൽ എവിടെയാണ് വിവാദം എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം തെറ്റാണോ, ഉത്തരം തെറ്റാണോ, എന്താണ് ഈ വിവാദ കഥകൾ ഉദ്ദേശിക്കുന്നത് എന്ന് ടീച്ചർ FBയിൽ പോസ്റ്റ് ഇട്ടുണ്ട്. പിന്നെ ടീച്ചർ ഇതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ തന്നെ ടീച്ചർ ഇട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം, ഏകദേശം 27 വർഷത്തോളം തടവിലും വീട്ടുതടങ്കിലും കഴിയേണ്ടി വന്ന പ്രധാന സേനാനികളിൽ ഒരാളായി അറിയപ്പെടുന്നത് വീർ സവാർക്കർ അഥവാ വിനായക് ദാമോദരൻ സവാർക്കർ ആണ്. അദ്ദേഹത്തിന് 50 വർഷത്തെ ജീവപര്യന്ത തടവാണ് അഥവാ ഇരട്ട ജീവപര്യന്തം വിധിച്ചിരുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീർഘകാല തടവ ശിക്ഷ അനുഭവിച്ച മറ്റ് ചില പ്രമുഖ വ്യക്തികളുടെ വിവരങ്ങൾ താഴെ എന്ന് എഴുതിയിട്ട് വീര സവാർക്കർ 27 വർഷം എന്നുള്ള അദ്ദേഹത്തിന്റെ കണക്കുണ്ട്. പിന്നെ ജവഹർലാൽ നെഹ്റു
മൗലാന അബ്ദുൽ കലാം, ഇതൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈ സവാർക്കറെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശശികല പോലും കൊടുത്തിട്ടതാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ, ഒന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ച വിഷയം, ആ മുഴുവനായിട്ട് ആലപിച്ച വിഷയം വിവാദമായിരുന്നു മുമ്പ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് അന്ന് തന്നെ മുഖ്യമന്ത്രി രംഗത്ത് വരികയും ചെയ്തു. അപ്പൊ നമ്മൾ ഇവരുടെ അടുത്തൊരു പാലിച്ച പറ്റിയതായിരിക്കാം, ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് കരുതിപ്പോയി. പക്ഷേ ഇപ്പോൾ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ സമര ദിന പരിപാടികളിൽ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടുള്ള ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇത് പറയുമ്പോൾ, ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ മീഡിയകൾ വരുന്ന റിപ്പോർട്ടുകൾ നമ്മളിവിടെ നമ്മളെ FB-യിലോ അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ താഴെ വന്ന് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന പല ആളുകളുണ്ട്. അത്രക്കാരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾക്ക് തൽക്കാലം ഇവിടെ സ്ഥാനമില്ല. ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാന്യമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കുക എന്നതാണ്. വ്യക്തി അധിക്ഷേപം നിങ്ങൾക്ക് നടത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. അത്തരം ആളുകളെ ഫ്രണ്ട്സിൽ നിന്ന് ഒഴിവാക്കുകയോ ബ്ലോക്ക് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അത് വീണ്ടും തുടരും. കാരണം അത്തരം ആൾക്കാരോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവർ ന്യായീകരണ തൊഴിലാളികളാണ്. അവർ അവരുടെ പരിപാടികൾ എടുത്തുകൊണ്ടിരിക്കും. മാന്യമായിട്ട് പ്രതികരിക്കാം, മാന്യമായിട്ട് ഈ പറയുന്നത് എന്താണെന്ന് കേൾക്കുക എന്നതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഇതിൽ തന്നെ ബോധമുദിച്ച ഒരുപാട് പേരുണ്ട്. അഷറഫ് എന്ന് പറയുന്ന MLA അല്ലെ, വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലം തന്നെ ഇവിടെ ഇപ്പോൾ വന്നൊരു മാറ്റം നോക്കൂ നിങ്ങൾ. ഇവിടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. നോക്കൂ, ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിൽ സ്കൂളുകളിൽ നടത്തിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ ക്രിസിൽ സവാർക്കറെ പുകഴ്ത്തി ചോദ്യം. AEമാരോട് റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. കണ്ടോ ഈ നിങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ന്യായീകരിക്കല്ല വേണ്ടത്. ഇത്തരത്തിൽ വിഷയം ഉണ്ടാകുമ്പോൾ അതുപോലെ മാന്യമായിട്ട് ഇടപെടുക. മാന്യമായിട്ട് ഇടപെട്ട് അതിൻ്റെ ഇതായിരിക്കുന്ന കാര്യങ്ങൾ എന്തെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അത് ക്ലിയർ ആക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ ഇത്തരത്തിൽ വീഡിയോ പറയുന്നവരെ തെറി വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ വ്യക്തി അധിക്ഷേപം നടത്തിയത് കൊണ്ടോ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മൾ തൊഴിൽ തുടരും. നിങ്ങൾ വേണമെങ്കിൽ മാറ്റം വരുത്തുക. അത്രയും വിഷയത്തിൽ പറയാനുള്ളൂ.